ഞാൻ അവളെ വിശ്വസിക്കുന്നു. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവൾ അമ്പയുവാണ്, അതിൻ്റെ തലയിൽ കൊള്ളില്ല, ആപ്പിളിലേ കൊള്ളുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ അവളെ വിശ്വസിക്കുകയാണ്. ഈ ഞാൻ അവളെ വിശ്വസിക്കുന്നു എന്നുള്ളതിനെ നമുക്ക് വേറെ വാക്കുകളിൽ എനിക്ക് അവളെ വിശ്വാസമാണ് എന്നും പറയാൻ പറ്റും. രണ്ടും ഒരേ അർത്ഥമാണ്. നമ്മൾ മലയാളത്തിൽ പല രീതിയിൽ പറയാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ട്രസ്റ്റും എന്ന് വെച്ചാൽ എന്താണ്, ബിലീവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ട്രസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ ആളിൽ ഫുൾ കോൺഫിഡൻസ് ആണ്, അയാളെൻ്റെ തലയിൽ കൊള്ളിക്കില്ലാന്ന്. ബിലീവ് എന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലിക ടൈം ഫ്രെയിമിൽ വരുന്നതായിരിക്കും. അയാൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ഫ്രെയിമിൽ വരുന്ന കാര്യമായിരിക്കും. ട്രസ്റ്റ് അയാളിലുള്ള ഫുൾ കോൺഫിഡൻസ് ആണ്. അപ്പം നമുക്ക് ഐ ട്രസ്റ്റ് എന്നോ ഐ ബിലീവ് എന്നോ നമുക്ക് പറയാൻ പറ്റും. ഇനി ടെൻസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഐ ആണ്. അതുകൊണ്ട് എന്താ, നമുക്ക് വേർബ് അതേപടി എടുത്ത് വെച്ചാൽ മതി, കൂടുതൽ ഭാരങ്ങളൊന്നുമില്ല. ഞാൻ ആണ്, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേർബ് ട്രസ്റ്റാണോ ബിലീവാണോ ഏതായാലും അതേപടി എടുത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ ആകപ്പാടെ പ്രോനൗണും വേർബും മാത്രമേ ഉള്ളൂ. പ്രോനൗൺ ഏതൊക്കെയാണ്? ഐയും ഹെറും. വേർബ് ഏതാണ്? ട്രസ്റ്റ്. ഇനി ഹെർ എവിടെ നിന്ന് വന്നു എന്ന് നോക്കാം. ഷീ എന്നുള്ള പ്രോനൗണിൻ്റെ അർത്ഥം എന്താ? അവൾ എന്നാണ്. അപ്പോൾ അവളെ അല്ലെങ്കിൽ അവളുടെ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് വാക്ക് ഉപയോഗിക്കണം? ഹെർ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. അതും പ്രോനൗൺ തന്നെയാണ്. അപ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ വരും? ഒന്നുകിൽ ഐ ട്രസ്റ്റ് ഹെർ അല്ലെങ്കിൽ ഐ ബിലീവ് ഹെർ.